ഇന്നലത്തെ ഒറ്റ മഴയിൽ ഇന്ന് കൂട്ടാറ് സംഭവിച്ച കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മുടെ കൂട്ടാറ് പരിസര പ്രദേശത്ത് കൂട്ടാർ ആറിൻ്റെ തീരത്ത് താമസിക്കുന്ന എല്ലാ വീടുകളിലും വെള്ളം കയറി കേട്ടോ. ഇത്രയും പൊക്കത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലല്ല. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. കാരണം അതുപോലെ വെള്ളമായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറിപ്പോകുന്ന പാലം കേട്ടോ. ഈ വീഡിയോയിലൂടെ ഈ പാലം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ പാലം ഇല്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറി പോകണമെങ്കിൽ നമ്മൾ അപ്പുറത്തെ വഴി കറങ്ങിപ്പോകണം. ഭയങ്കര ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂട്ടാർ ആശുപത്രിയിലെ അവസ്ഥ കേട്ടോ ഇത്. കൂട്ടാർ ആശുപത്രിയിലെ മൊത്തം ഷട്ടർ പകുതിയോളം വെള്ളമായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും എടുത്തു വെച്ചേക്കുക. അതുകൊണ്ട് ഇത് അങ്ങേ കൂട്ടാറിലെ വീടുകളുടെ അവസ്ഥയാണ്. കാരണം മൊത്തം വെള്ളം കയറി അവരുടെ ഡോക്യുമെൻറ്റ്സും ഡ്രസ്സും സർവമാന സാധനങ്ങളും നശിച്ചു പോയി കേട്ടോ. രാവിലെ ഈ റോഡിലെല്ലാം വെള്ളമായിരുന്നു. വെള്ളം കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നിടത്ത് പാലമെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. റോഡ് സൈഡിൽ ഈ കാണുന്ന മൊത്തം രാവിലെ വെള്ളമായിരുന്നു. ഈ റോഡൊക്കെ ഇപ്പോഴാണ് തെളിഞ്ഞു വന്നത്. റോഡ് സൈഡിൽ ഇരിക്കുന്ന വീടുകളിലെല്ലാം അവസ്ഥ ചെയ്ത കേട്ടോ. മൊത്തം ചെളിയും മണ്ണും കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേസ്റ്റും വന്ന് അടിഞ്ഞ് ഒരു തരത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഇത് ഓരോ വീടുകളിലോട്ട് പോകുന്ന പാലമൊക്കെ മൊത്തം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. അപ്പോൾ രാവിലെ ഇവിടെ ഒരു ട്രാവലർ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. കൂട്ടാർ SBI ബാങ്കിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. എന്തോ സംഭവിച്ചതെന്നറിയില്ല. ഉരുൾപൊട്ടിയതാണോ അതോ മലവെള്ളപ്പാച്ചിലാണോ ഇനി മേഘവിസ്ഫോടനമാണോ എന്നൊന്നും അറിയത്തില്ല. ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരായുസിൻ്റെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടിരുന്ന വണ്ടി വെള്ളം എടുത്തുകൊണ്ട് പോയത്. വണ്ടി കണ്ടു കിട്ടിയിട്ടുണ്ട്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചങ്ക തകരുന്ന കാഴ്ചയാണ്. കാരണം അതുപോലെ ദയനീയ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. ഒരു ഏതാണ്ട് അവിടുന്ന് വണ്ടി ഒഴുകി പോയിട്ടൊരു 100-200 മീറ്ററിനുള്ളിൽ വണ്ടി കണ്ടു കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെയാണ് ഈ വണ്ടി. പക്ഷേ എന്തോ ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായത്. ഇതൊക്കെ ബാലഗ്രാമിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ബാലഗ്രാമിലെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. ഈ കാണുന്ന റോഡിലെല്ലാം വെള്ളം കയറിയിട്ട് വണ്ടി ഒന്നും രാവിലെ ഒന്നും പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണ് വെള്ളം തോർന്ന് വണ്ടിയൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയത്. ബാലഗ്രാമിലെ സൈഡിലുണ്ടായിരുന്ന കടകളിലെല്ലാം വെള്ളം കയറി അരിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഇത് തൂക്കുപാലത്താണെങ്കിൽ ചെളി കൊണ്ട് റോഡിലെല്ലാം ചെളിയാണ്. വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കടയിലെ സാധനങ്ങളെല്ലാം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ അവസ്ഥയാണ്. ഇനിയിപ്പം വെള്ളമെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ പണി. അതായത് ഒരു ദിവസം കൊണ്ട് പോലും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ചെളിയാണ് ഓരോ വീടുകളിലും കടകളിലും കയറി നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റുകളും ഒരുപാട് വേസ്റ്റുകളും വന്ന് കടകളിലും വീടുകളിലും എല്ലാം കയറി നിറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസത്തെ പണിയാണ്